പാലക്കാട് ധോണിയിൽ പുലി ഇറങ്ങി. മായാപുരം സ്വദേശി അശോകന്റെ ആടിനെ പുലി ആക്രമിച്ചു. ഇന്നലെ രാത്രി 9 മണിക്ക് ഇന്നലെ 1 മണിക്ക് 1:30ക്കാണ് സംഭവം നടന്നത്. പുലി വന്ന് കൂട്ടിൻ്റെ ഉള്ളിൽ നിന്നാണ് പിടിച്ചു കൊണ്ടുപോയത്. പക്ഷെ പറമ്പിലേക്ക് കയറ്റി അങ്ങോട്ട് കൊണ്ടുപോയി ഇട്ടു. ഞങ്ങൾ ഓടിച്ചെന്നപ്പോൾ ആടിനെ കിട്ടി. പക്ഷെ ആട് ജീവനുണ്ട്, പകുതി മുറിയായിട്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ ഫോറസ്റ്റുകാരനെ അറിയിച്ചു. ഫോറസ്റ്റുകാർ വന്നു. അവർ നോക്കിയിട്ട് ഇങ്ങനെ പോയിട്ടുണ്ട്, അതിനെ ചികിത്സിക്കണം പറഞ്ഞു. വലിയ പുലിയാണ്. വലുതിനെ ഞങ്ങൾ കണ്ടാൽ കഴുത്തിൽ പിടിച്ചു. പക്ഷെ അത് ജീവിക്കോ ഇല്ലെന്നുള്ളത് ഞങ്ങൾക്ക് അറിയാം. ഞങ്ങൾ അതുകൊണ്ട് ഭയങ്കര ശല്യമാണ് ഞങ്ങൾക്ക്. ഇതുവരെ ആകെപ്പോൾ 2-3 ആടലുള്ളൂ. ഞങ്ങൾ അതുകൊണ്ട് ജീവിക്കുന്നതാണ്. പക്ഷെ ഞങ്ങൾക്കിപ്പോൾ ഒരു നിവൃത്തി ഇല്ലാണ്ടായിപ്പോയി. ഇത് ഭയങ്കര ശല്യമായിട്ട് വരികയാണ് ഇപ്പോൾ. പുലി ഇതിയാണ് വന്നത്. രാത്രി 1 മണിക്ക് 1:30ക്ക് ശേഷമാണ് വന്നത്. കൂട്ടിൽ അത് ആ ബാം പൊളിച്ചിട്ടാണ് കൂട്ടിൻ്റെ ഉള്ളിൽ കയറി പിടിച്ചിരിക്കുന്നത്. 3 ഉണ്ടായിരുന്നുള്ളൂ. ഒരെണ്ണത്തിനെയാണ് പിടിച്ചത്. മറ്റാടുകൾ പേടിച്ച് ഇതായി നിൽക്കുമായിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ഗോകുൽ ചേരുന്നു. ഗോകുൽ, ഗുഡ് മോർണിംഗ്. ഇത് പുലിയാണ് പിടിച്ചുകൊണ്ട് പോയത് എന്ന് ഈ വീട്ടുകാരാണോ കണ്ടത്, അതോ ഈ അതിന്റെ വേട്ടയാടലിന്റെ രീതിയിൽ നിന്നും ഇത് പുലിയാണെന്ന് മനസ്സിലാക്കുകയായിരുന്നോ? പ്രദേശത്ത് നേരത്തെയും ഇത്തരത്തിൽ സാന്നിധ്യം ഉണ്ടായിരുന്നോ? ഈ ധോണി മായാപുരത്താണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. ഈ പ്രദേശത്ത് പുലിയുടെ ശല്യമുള്ള ഒരു പ്രദേശമാണ്. ഇന്നലെ രാത്രി 1 മണിക്ക് ഇങ്ങനെ ശബ്ദം കേട്ട് വീട്ടുകാർ നോക്കിയപ്പോൾ ആ കൂട്ടിനുള്ളിൽ നിന്ന് പുലി ആടിനെ പിടിക്കുന്നത് കണ്ടു. അങ്ങനെ വീട്ടുകാർ കാണുകയും തുടർന്ന് അവർ ബഹളം വയ്ക്കുകയൊക്കെ ചെയ്തു. പക്ഷെ പിന്നീട് പുലി ആടിനെ കൊണ്ടുപോയില്ല. അത് കുറച്ചു നേരം വലിച്ചിഴച്ചതിന് ശേഷം അവിടെ തന്നെ ഇട്ട് പുലി കടന്നു കളയുകയാണ് ചെയ്തത്. പിന്നീട് വനം വകുപ്പ് അതിന്റെ കാൽപ്പാടുകളും മറ്റും പരിശോധിക്കുമ്പോഴാണ് ഇതൊരു പുലിയാണെന്നുള്ള ഒരു സ്ഥിരീകരണത്തിലേക്ക് എത്തുന്നത്. ഈ പ്രദേശത്ത് ക്യാമറകൾ കൂടുതൽ സ്ഥാപിച്ച് പുലിയുടെ നീക്കം നിരീക്ഷിക്കാനാണ് ഇപ്പോൾ വനം വകുപ്പ് ഉദ്ദേശിക്കുന്നത്. ഏതായാലും ഈ പ്രദേശത്ത് പുലിയുടെ ശല്യമുള്ളതാണ്. ഇത് അതായത് ഈ കാൽപ്പാടുകൾ കണ്ട് പുലിയാണ് എന്നുള്ളൊരു അനുമാനത്തിലാണ് നിലവിൽ ഇപ്പോൾ വനം വകുപ്പുള്ളത്. പക്ഷെ അത് ക്യാമറയിൽ കണ്ടതിന് ശേഷം മാത്രമേ സ്ഥിരീകരിക്കാൻ കഴിയൂ എന്നുള്ള രീതിയിലാണ് വനം വകുപ്പിന്റെ പ്രതികരണം. ഏതായാലും ഈ പ്രദേശത്ത് പുലിയുടെ ശല്യം ഉള്ളതാണ്. ഇതിനു മുൻപും ഈ പ്രദേശങ്ങളിൽ, ഇതിന് സമീപമുള്ള പ്രദേശങ്ങളിലൊക്കെ തന്നെ പുലി ഇറങ്ങിയ ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്ഥലത്താകെ തന്നെ പുലിയുടെ രീതിയിൽ വീണ്ടും വരുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. കാരണം പലർക്കും, ഈ കർഷകർക്കൊക്കെ തന്നെ ഇത്തരത്തിൽ ആടിനെ വളർത്തുന്നവർക്ക്, അതോടൊപ്പം തന്നെ പശുവിനെ വളർത്തുന്നവർക്കൊക്കെ വലിയ നഷ്ടമാണ് ഇങ്ങനെ പുലി ഇറങ്ങുന്നത് മൂലം ഉണ്ടാകുന്നത്. ഇപ്പോൾ ഈ ആടിന്റെ കാര്യത്തിൽ ആടിനിപ്പോൾ നിലവിൽ ജീവനുണ്ട്. പക്ഷെ എത്ര നേരം അത് സർവൈവ് ചെയ്യും എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല. അതിജീവിക്കുന്നുള്ളത് പറയാൻ കഴിയില്ല. കാരണം കഴുത്തിലാണ് പുലി ആടിനെ പിടിച്ചിട്ടുള്ളത്. ഏതായാലും അതിന് ചികിത്സ നൽകി വരുന്നുണ്ട്. വനം വകുപ്പ് ഈ സ്ഥലത്തെത്തി നിരീക്ഷണം നടത്തിയിട്ടുണ്ട്. കൂടുതൽ ക്യാമറകൾ സ്ഥാപിച്ച് പുലിയുടെ നീക്കം നിരീക്ഷിക്കാനാണ് നിലവിൽ വനം വകുപ്പ് ഉദ്ദേശിക്കുന്നത്. ശരി ഗോകുലാണ് വിവരങ്ങൾ നൽകിയത്.